Dear students, I hope all of you understood the story The Little Engine That Could. So we can go to the activities. So what's the first activity? The little blue engine helped the little train reach the other side of the mountain. Have you ever helped someone who is in trouble? Write a short paragraph about your experience. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ ലിറ്റിൽ ട്രെയിനെ മൗണ്ടൈൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോവാൻ ഹെൽപ്പ് ചെയ്തു അല്ലേ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ട്രബിളിൽ പെട്ട സമയത്ത് നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഷോർട്ട് പാരഗ്രാഫ് അതിനെക്കുറിച്ച് എഴുതുക. സോ യു ഹാവ് ടു ഡൂ ദാറ്റ് അല്ലേ. ഓരോരുത്തർക്കും വേറെ വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഒരു പാരഗ്രാഫ് എഴുതുക. സോ ആക്ടിവിറ്റി 2 അതെന്താണ്? ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് മെനി തിങ്സ്, ലിസ്റ്റ് ദം ബിലോ. ലിറ്റിൽ ട്രെയിൻ ഒരുപാട് സാധനങ്ങൾ ക്യാരി ചെയ്തു അല്ലേ. അതെന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കിക്കേ. നമുക്ക് തിങ്ക് ചെയ്യാം അല്ലേ. ഫോർ എക്സാമ്പിൾ തിങ്സ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, കഴിക്കാനും ഡ്രിങ്ക് ചെയ്യാനും വേണ്ടി കൊണ്ടുപോയത് എന്തൊക്കെയായിരിക്കാം? ഫ്രൂട്ട്സ്, ജ്യൂസ്, മിൽക്ക്, എഗ്സ്, വെജിറ്റബിൾസ്, എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ഫുഡിൻ്റെ നെയിംസും എഴുതാം അല്ലേ. പിന്നെന്താണ്? തിങ്സ് ടു പ്ലേ വിത്ത്, പിന്നെ കളിക്കാനായിട്ട് എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും? ടോയ് കാർഡ്സ് കൊണ്ടുപോയിട്ടുണ്ടാവും. പിന്നെയോ നമുക്ക് പറയാം അല്ലേ, ഡോൾസ്, ബലൂൺസ്, ജമ്പിങ് ബോള്, ഫുട്ബോള്, ക്രിക്കറ്റ് ബാറ്റ് ആൻഡ് ബോള്, നമുക്ക് എന്താണോ അതെല്ലാം നമുക്ക് എഴുതാം അല്ലേ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് നോക്കിക്കേ, ആക്ടിവിറ്റി 3. ദ ലിറ്റിൽ ട്രെയിൻ tried hard, but her wheels just would not turn. The clown and the animals climbed out of their cars. They tried to push the little train, but she could not move. What would the little train think then? So little train ഒരുപാട് ശ്രമിച്ചു, പക്ഷേ മൂവ് ചെയ്യാൻ പറ്റിയില്ല. ക്ലൗൺസും ആനിമൽസും ഒക്കെ പുഷ് ചെയ്ത് നോക്കി, അപ്പോഴും പറ്റിയില്ല. സോ ആ സമയത്ത് ലിറ്റിൽ ട്രെയിനിൻ്റെ എന്തൊക്കെയായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവുക എന്ന്. സോ നോക്കിക്കേ. ഓ ഗോഡ്, ഐ കാൺ മൂവ്, എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഐ വാണ്ട് ടു റീച്ച് ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൈൻ, എനിക്ക് മൗണ്ടൈൻ്റെ അപ്പുറത്തേക്ക് പോകണം. ദ ബോയ്സ് ആൻഡ് ഗേൾസ് ആർ വെയിറ്റിംഗ് ഫോർ മീ, അവരെന്നെ വെയിറ്റ് ചെയ്യുകയാണ്. ഹൗ ക്യാൻ ഐ ഗെറ്റ് ദർ, ഞാൻ എങ്ങനെ അവിടെ പോവുക? ദ ടോയ്സ് ആൻഡ് ഡോൾസ് സ്റ്റാർട്ടഡ് ടു ക്രൈ, ടോയ്സും ഡോൾസൊക്കെ കരയാൻ തുടങ്ങി. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇഫ് സം എൻജിൻ കം ഐ ക്യാൻ ആസ്ക് ഫോർ ദെയർ ഹെൽപ്പ്, എൻജിൻസ് വല്ലതും വന്ന് എനിക്ക് അവരോട് ഹെൽപ്പ് ചോദിക്കുക. ബട്ട് നോ വൺ ഈസ് കമ്മിങ്, ആരും വരുന്നില്ല. കാണ്ട് ഐ റീച്ച് ദി അതർ സൈഡ്, എനിക്ക് അവിടെ എത്താൻ പറ്റില്ലേ? ക്യാൻ ഐ ഹാൻഡ് ഓവർ ദീസ് ടോയ്സ് ആൻഡ് ഫുഡ്സ് ടു ദ ചിൽഡ്രൻ, എനിക്കിത് അവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഗോഡ് പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ സഹായിക്കണേ എന്നൊക്കെ നമുക്ക് തിങ്ക് ചെയ്യാം അല്ലേ. സോ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൊന്ന് എഴുതി നോക്കുക. സോ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. The little blue engine helped the little train and she continued the journey. Little blue engine little train help ചെയ്തു അല്ലേ. On the way the little train happened to meet the shiny new engine. അപ്പോൾ നമ്മൾ ലിറ്റിൽ ട്രെയിൻ യാത്ര തുടർന്നു. അങ്ങനെ പോണ വഴിക്ക് ഷൈനി ന്യൂ എഞ്ചിനെ കണ്ടു. He was surprised to see the little train. ലിറ്റിൽ ട്രെയിൻ കണ്ടപ്പോൾ ഷൈനി എഞ്ചിന് സർപ്രൈസ്ഡ് ആയി. വാട്ട് കുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ദ ഷൈനി ന്യൂ എൻജിൻ, അവർ തമ്മിൽ ഉണ്ടായിട്ടുള്ള കോൺവെർസേഷൻ എന്തായിരിക്കാം? നമുക്ക് എഴുതി നോക്കാം അല്ലേ. എന്താണ്? ഹേയ്, ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ? ഷൈനി എൻജിൻ ചോദിക്കുകയാണ്, നീ എങ്ങനെ ഇവിടെ എത്തിയത്? അപ്പോൾ ലിറ്റിൽ ട്രെയിൻ എന്താ പറയണത്? ഓ ഇറ്റ്സ് യു, ഓ നീയോ? ഐ ഗോട്ട് ഹെൽപ്പ് ഫ്രം സമ്മൺ, എനിക്ക് ഹെൽപ്പ് കിട്ടി. ഹൂ ഹെൽപ്പ് യു, ആര് നിന്നെ ഹെൽപ്പ് ചെയ്തത്? ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ, ലിറ്റിൽ ബ്ലൂ എൻജിനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. വാട്ട്, ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ? ആർ യു ജോക്കിംഗ്? ലിറ്റിൽ ബ്ലൂ എൻജിനോ? എന്താ തമാശ പറയുകയാണോ? ചോദിക്കുകയാണ്. യെസ് ഷീ ഈസ്, അതെ. ഷീ പുൾ മീ വിത്ത് ഓൾ ഹെർ മൈറ്റ്, അവൾ അവളുടെ എല്ലാ ശക്തി ഉപയോഗിച്ചിട്ട് എന്നെ പുൾ ചെയ്തു. ഐ കാൺ ബിലീവ് ദിസ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. യു ഹാവ് ടു ബിലീവ്, നീ വിശ്വസിച്ചേ പറ്റൂ. അറ്റ് ഫസ്റ്റ് ഷീ വാസ് നോട്ട് ഷുവർ ദാറ്റ് ഷീ കുഡ് പുൾ മീ, ഫസ്റ്റ് അവൾക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല എന്നെ പുൾ ചെയ്യാൻ പറ്റുന്നുള്ളത്. ദെൻ ഹൗ ഡിഡ് ഷീ എഗ്രി, പിന്നെ എങ്ങനെയാണ് അവൾ എഗ്രി ചെയ്തത്? ഷീ ഈസ് വെരി കൈൻഡ് ആൻഡ് ഷീ വാണ്ടഡ് ടു ഹെൽപ്പ് മീ, സോ ഷീ മോട്ടിവേറ്റഡ് ഹെർ സെൽഫ്. വളരെ കൈൻഡാണ്, എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൾ സ്വയം മോട്ടിവേറ്റ് ചെയ്തു. ദെൻ ഷീ ട്രൈ ടു പുൾ മീ വിത്ത് ഓൾ ഹെർ മൈറ്റ് ആൻഡ് ഐ കുഡ് മൂവ് എ ലിറ്റിൽ, അവളുടെ എല്ലാ ശക്തി ഉപയോഗിച്ച് എന്നെ വലിച്ചു, അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യാൻ പറ്റി. പറയണേ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ എന്താണ് പറയണത്? ഷീ കുഡ് പുൾ മീ ഇൻ വിത്ത് ദാറ്റ് കോൺഫിഡൻസ്, ആ കോൺഫിഡൻസിൽ അവൾ എന്നെ വലിച്ചു. ദാറ്റ് ഈസ് ഗ്രേറ്റ്, എനിവേ ഐ ആം ഹാപ്പി ടു സീ യു ഹിയർ, അതെന്തായാലും നന്നായി, നിന്നെ കണ്ടതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു.
ഓക്കെ, സി യു ലേറ്റർ. ഐ വാണ്ട് ടു റീച്ച് ദ സ്റ്റേഷൻ. എനിക്ക് സ്റ്റേഷനിലെത്തണം. സോ സി യു ലേറ്റർ. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് എഴുതി നോക്കാം. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നെന്ന് മാത്രം. നമുക്കിനി നെക്സ്റ്റ് ആക്ടിവിറ്റി 5 എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 5, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് നോട്ട് ദി വേർഡ്സ് അണ്ടർലൈൻ. The little train carried good things to eat too. Big round oranges, fat red apples, long yellow bananas, fresh cold milk and lollipops to eat after dinner. ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സൊക്കെ ഒന്ന് നോക്കിക്കേ. ബിഗ് റൗണ്ട് ഓറഞ്ചസ്. അപ്പോൾ ഓറഞ്ച് എങ്ങനെയുള്ളതാണെന്ന് ഓറഞ്ചിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു തരികയാണ് അല്ലേ. ഓറഞ്ച് ബിഗ് ആണ്, ഷേപ്പും പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. ബിഗ് റൗണ്ട് ഓറഞ്ചാണ്. അതുപോലെ നോക്കിയേ, ആപ്പിൾ എങ്ങനത്തെയാണ്, ഫാറ്റാണ്. അതുപോലെ റെഡ് കളർ ആപ്പിളാണ്. ലോങ് യെല്ലോ ബനാനാസ്, നല്ല ലോങ് ആയിട്ടുള്ള യെല്ലോ ബനാനാസാണ് ഉള്ളത്. അതുപോലെ ഫ്രഷ് കോൾഡ് മിൽക്ക്, മിൽക്കിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്, ഫ്രഷ് ആൻഡ് കോൾഡ്. സോ ലുക്ക് അറ്റ് ദ വേർഡ് പിരമിഡ് ആൻഡ് മേക്ക് മോർ സച്ച് വേർഡ് പിരമിഡ്സ്. ജസ്റ്റ് നോക്കിക്കേ, കാർ, ദ കാർ. ഇനി കാറിൻ്റെ കളർ പറഞ്ഞിരിക്കുകയാണ് അല്ലേ, ദ ബ്ലൂ കാർ. പിന്നെയോ ദ ബിഗ് ബ്ലൂ കാർ, എങ്ങനെയുള്ളതാണ്, ബിഗ് ആയിട്ടുള്ള ബ്ലൂ കാർ. പിന്നെയോ ദ ബ്യൂട്ടിഫുൾ ബിഗ് ബ്ലൂ കാർ അല്ലേ. സോ ലൈക്ക് ദാറ്റ് വി ഹാവ് 2 വേർഡ്സ് ഹിയർ. ഫസ്റ്റ് വൺ ഈസ് ഓറഞ്ച്, ദ സെക്കൻഡ് വൺ ഈസ് ഫ്ലവർ. സോ നമുക്കത് ഒന്ന് എഴുതി നോക്കാം അല്ലേ. സോ ഓറഞ്ച് എങ്ങനെയാണ്, ദ ഓറഞ്ച്, ദ ബിഗ് ഓറഞ്ച്, ദ ഫ്രഷ് ബിഗ് ഓറഞ്ച്, ദ ജ്യൂസി ഫ്രഷ് ബിഗ് ഓറഞ്ച്. ഇനി ഫ്ലവറിനെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുക. ഫ്ലവർ, ദ റെഡ് ഫ്ലവർ, ദ ബ്യൂട്ടിഫുൾ റെഡ് ഫ്ലവർ, ദ ഫ്രാഗ്രൻറ്റ് ബ്യൂട്ടിഫുൾ റെഡ് ഫ്ലവർ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യാം. നമുക്ക് നമ്പേഴ്സ് വെച്ച് ഡിസ്ക്രൈബ് ചെയ്യുക, കളർ, ഷേപ്പ്, സ്മെൽ, എങ്ങനെയാണെങ്കിലും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. സോ നമുക്കിനി ആക്ടിവിറ്റി 6 എന്താ നോക്കാം. ഇൻ ദ സ്റ്റോറി ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സേസ് ഐ തിങ്ക് ഐ ക്യാൻ. സ്റ്റോറിയിൽ ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയുന്നുണ്ട് അല്ലേ, ഐ തിങ്ക് ഐ ക്യാൻ. ആസ്ക് യുവർ ഫ്രണ്ട്സ് ഇഫ് ദേ ക്യാൻ ഡു വാട്ട് ദേ സീ ഇൻ ദ പിക്ചർ ഗിവൺ. ഈ പിക്ചറിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. റൈറ്റ് ഡൗൺ യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ദ പോസിബിൾ റെസ്പോൺസ്. നമുക്കൊരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക, ക്യാൻ യു എന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാം. ക്യാൻ യു റീഡ്, ക്യാൻ യു റൈറ്റ്, ക്യാൻ യു ജംപ്, ക്യാൻ യു സിങ്, ക്യാൻ യു പ്ലേ ഫുട്ബോൾ. നമുക്ക് എങ്ങനെയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ക്യാൻ യു വെച്ചിട്ട് നമുക്ക് ചോദിക്കുക. അപ്പോൾ നമുക്ക് ഈ താഴെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് പിക്ചർ എന്താണ്, സ്വിമ്മിങ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചോദിക്കാം, ക്യാൻ യു സ്വിം, നിനക്ക് നീന്താൻ കഴിയുമോ. അപ്പോൾ കഴിയുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, യെസ് ഐ ക്യാൻ. കഴിയില്ലെങ്കിലോ, നോ ഐ കാൺട്ട് ഓർ ഐ കനോട്ട്. സോ നെക്സ്റ്റ് എന്താണ്, ക്യാൻ യു പ്ലേ ഫുട്ബോൾ, യെസ് ഐ ക്യാൻ ഓർ നോ ഐ കാൺട്ട്. ക്യാൻ യു ഡാൻസ്, യെസ് ഐ ക്യാൻ, നോ ഐ കാൺട്ട്. ക്യാൻ യു സിങ്, ക്യാൻ യു റീഡ്, ക്യാൻ യു റൈറ്റ്. നമുക്ക് ക്യാൻ യു യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം ചോദിക്കാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇതുപോലെ ക്യാൻ യു യൂസ് ചെയ്തിട്ട് ചോദിച്ചു നോക്കുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 7. ഷാൽ വി ഇനാക്ട് ദ സ്റ്റോറി ഇൻ ദ ഫോം ഓഫ് എ സ്കിറ്റ്. നമുക്ക് ഈ സ്റ്റോറി ഒരു സ്കിറ്റിൻ്റെ രൂപത്തിൽ നമുക്ക് ഇനാക്ട് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ഹൗ ടു പെർഫോം ദ സ്കിറ്റ്. ഇപ്പോൾ നമ്മുടെ ക്ലാസ് വർക്കാണ്, ക്ലാസ്സിൽ ഗ്രൂപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. സോ വെൻ യു ആർ ഡൂയിങ് ദ സ്കിറ്റ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിൽ ഹെൽപ്പ് യു. നമ്മൾ ചെയ്യുമ്പോൾ ഈ താഴെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെ സ്കിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, വാട്ട് ആർ ദ ഇവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിലെ ഈവൻറ്റ്സ് എന്തൊക്കെയാണ്, അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലേ. ഫസ്റ്റ് ലിറ്റിൽ ട്രെയിൻ ഹാപ്പി ആയിട്ട് വരുന്നു, ലിറ്റിൽ ട്രെയിൻ സ്റ്റോപ്പ് ആവണു, അങ്ങനെ ഓരോ ഇവൻറ്റ്സ് ചെയ്യാം. വേർ ഡു ദ ഇവൻറ്റ്സ് ടേക്ക് പ്ലേസ്. ഓരോ ഇവൻറ്റ്സും എവിടെയാണ് നടക്കുന്നത്. ഹു ആർ ദ ക്യാരക്ടേഴ്സ്, അതിൽ ആരൊക്കെ ഉണ്ട്. പിന്നെയോ വാട്ട് ഡു ദേ സേ, അവർ ആ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് പറയുന്നത്. സോ നമുക്കത് താഴെ തന്നിട്ടുള്ള ബോക്സിൽ ആദ്യം ഇവൻറ്റ്സ് എഴുതുക, പിന്നെ ക്യാരക്ടേഴ്സ് എഴുതുക, പിന്നെ ഡയലോഗ്സ് എഴുതുക. അത് ക്ലാസ്സിൽ നന്നായിട്ട് അവതരിപ്പിക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.